ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇവനെന്താടാ പറ്റിയേ? എടാ എനിക്കറിയില്ല. എടാ മിനിഞ്ഞാന്ന് രാത്രി അവൻ കട്ടിലിരുന്ന് പിച്ചും പേയും പറയാ. ഇന്നലെ രാത്രി ഇവിടെ ബോധം കെട്ട് വീണു. ഇവൻ്റെ അച്ഛനോട് അമ്മോട് ഞാൻ എന്ത് പറയും? ആലോചന എൻ്റെ കൈയും കാലും മറയ്ക്കുക. അതൊക്കെ പോട്ടെ. എടാ നീ പുതിയ ഫോൺ എടുത്തു കേട്ടല്ലോ. ഓ അപ്പൊ നിങ്ങള് കേട്ടല്ലേ? അതാവട്ടെ. കൊള്ളാം. ഇതിനൊരു സെൽഫി എടുക്കാം. എല്ലാവരും വേണമെങ്കിൽ ചിരിച്ചോ. കൊള്ളാല്ലേ? ഇതൊരു 5 മെഗാപിക്സൽ. ക്ലാരിറ്റി ഉണ്ടോ? എടാ വീഡിയോ ക്ലാരിറ്റി കൊള്ളാലോ. പിന്നെ എടാ സൂക്ഷിക്കണേ. കണ്ട ഒരു ഹൊറർ ലുക്ക് ഉണ്ട്. എടാ 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 കണ്ട തന്നെ ഒരു പ്രേത ലുക്കല്ലേ? എടാ നമ്മുടെ കൂട്ടത്തില് സാമിനല്ലേ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത്? ആ അതെ അതെ. എന്തോ കേട്ടില്ല എന്തോ തിന്നു? ആ വീട്ടിൽ പോയിട്ട് ബെല്ലടിക്കുകയാണെങ്കിൽ നിനക്കൊരു ചായയും കട്ടി ഞാൻ ഞാൻ പോകുന്നില്ല. ചായക്ക് വേണ്ടി ഒന്നും ഞാൻ പോകുന്നില്ല. അയ്യേ, വെറും ചായക്ക് വേണ്ടി ഞാൻ ഒന്നും പോകുന്നില്ല. ബിരിയാണി തന്നെ ആയിക്കോട്ടെ. അതെ, ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചുതരാം. ബിരിയാണി ഉറപ്പായിട്ട്. ചിക്കൻ ബിരിയാണി. ഒരു ചിക്കൻ ബിരിയാണി. വാക്കുമാരല്ലേ പിന്നെ? ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചു തന്നിരിക്കും. ഞാൻ പോവാ. പിന്നെ വാക്കുമാരെ മേടിച്ചു തന്നിരിക്കും. നീ ചെല്ലേ. കൊള്ളാലോ. മതിയല്ലോ. ബെല്ലടിച്ചല്ലേ. അവന്റെ ബിരിയാണി പോയി.
എന്ത് പറ്റിടാ? വയ്യടാ. വയ്യേ? എന്തെങ്കിലും കഴിച്ചു കിടക്കടാ. വേണ്ട. വേണ്ടേ? ഏയ് സൂരജ്. ആ അളിയാ സുഖല്ലേ? സമയമായോ? സമയമുണ്ട്. ആ അളിയാ. അല്ല സാമവിടെ പോയി? ഞാൻ വന്നിട്ടില്ല. പനിയാണെന്നാ തോന്നുന്നത്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. വന്ന പാടെ കിടന്നുറങ്ങി. ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറിന് കാണിക്കും. കാണിക്കാതിരിക്കണ്ട. അതെ. ആ സാം, എന്താടാ എന്ത് രാത്രിയിൽ? പോയി കിടന്നോ? എന്ത് പറ്റില്ല എനിക്ക്? ആ സാം, സാം എന്താടാ? എന്താ പറ്റിയത് നിനക്ക് സാം? എടാ കിടന്നടാ. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കണേ? ആടാ ഫസ്റ്റ് ടൈമാണിത്. ഇതിനു മുമ്പ് സാമിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു. പിന്നെ അവൻ മെല്ലെ കിടന്നു. നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ നല്ലത്. അതെ അതെ, അല്ലാതെ ശരിയാന്ന് തോന്നണില്ല. സാം, 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 എഴുന്നേൽക്കടാ. സാം, സാം. എടാ കെവിനെ ആകെ സീനായടാ. നമ്മുടെ സാമിനോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നീ നാളെ ഒന്ന് വരുമോ? എടാ അതൊക്കെ പറയാം. നീ നാളെ രാവിലെ വാ. പറയാനുണ്ടോ? ഓക്കെ. ഇവൻ്റെ അച്ഛനോട് മൂടി ഞാൻ എന്ത് പറയും? ആലോചിച്ചിട്ട് കൈയും കാലും മറയ്ക്കുക. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്കി, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. Sam? 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 നിനക്ക് എന്താടാ പറ്റിയേ? ഡാ, നിനക്ക് എന്ത് പറ്റി?
സാം. ഹലോ. ആ പറടാ. എടാ നീ എവിടെയാടാ? ആ ഞാനിവിടെ ചായക്കടയിലുണ്ട്. എടാ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകണം, അപ്പം ഞാൻ പോവാണ്. എടാ നീ നീ ഇപ്പം പോകണോ? ഞാനെപ്പോൾ പോവാ? എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. ഓ ശരി ശരി. ആ സോറി ചേട്ടാ. എടാ നീക്ക് എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആ സാമിനെ കൊണ്ടുപോയി ആ പാർക്കുന്നിലെത്തി കയറ്റിയല്ലേ? എടാ ഞങ്ങളതൊരു തമാശക്ക് വേണ്ടി ചെയ്താണത്, അല്ലാതെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ലേ. ഏതായാലും ഒന്നും വേണ്ടിയിരുന്നില്ല. അല്ല നീ എങ്ങനെ അറിഞ്ഞത്? അതൊന്നും അവിടെ സ്റ്റഫ് അടിക്കാൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നു. സ്റ്റഫ് അടിച്ചവൻ? എന്തായാലും നിങ്ങൾ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര എന്തോ പ്രശ്നമൊക്കെ ഉള്ള വീട് തന്നെ അത്. അവിടെ ഇപ്പോൾ അവിടെ ഞങ്ങൾ പോലും അവിടെ കയറാറില്ല ശരിക്കും. അവിടെ എന്തോ കൊലയൊക്കെ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഒരു ബെറ്റിൻ്റെ പേരിൽ അങ്ങോട്ട് അവനെ പറഞ്ഞു വിടേണ്ട ഒരാവശ്യമില്ലായിരുന്നു. സാം സാം സാം